നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഫ്രാങ്ക്ഫർട്ടിലുള്ള കുംബ റെസ്റ്റോറൻറ്റിലേക്കാണ്. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ റെസ്റ്റോറൻറ്റ് ഓതൻറ്റിക് ആയിട്ടുള്ള കേരള ഡിഷസൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഞങ്ങൾ താമസിക്കുന്ന വില്ലേജിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ദൂരമുണ്ട് കുംബ റെസ്റ്റോറൻറ്റിലേക്ക്. ഞങ്ങളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ജർമ്മനിയിലെ ഓട്ടോബാൻ ഹൈവേ ആയ A3യിലൂടെയാണ്. ജർമ്മനിയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേകളിൽ 2ാം സ്ഥാനമാണ് ഈ ഹൈവേക്ക് ഉള്ളത്. ഏകദേശം 769 കിലോമീറ്റർ നീളമുള്ള ഈ ഹൈവേ നെതർലാൻഡിൻ്റെ ബോർഡറിൽ നിന്നും തുടങ്ങി ഓസ്ട്രിയ വരെ നീളുന്നതാണ്. 6 വരികളുള്ള ഈ പാതയിൽ കൂടി നമുക്ക് വേഗപരിധി ഇല്ലാതെ കാർ ഓടിക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വിൻ്റർ സീസൺ തുടങ്ങിയതുകൊണ്ടാണ് ചുറ്റുമുള്ള പ്രദേശങ്ങളിലൊക്കെ ആകെ ഒരു നരച്ച മങ്ങിയ കളറ്. ഏകദേശം 70 കിലോമീറ്ററോളം ഹൈവേയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കിംഗ് ഒന്നും ഇല്ലാതിരുന്നതുകൊണ്ട് കുറച്ച് മാറി കാറ് പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ഇവിടെ വിൻ്റർ സീസൺ സ്റ്റാർട്ടായതുകൊണ്ട് മരങ്ങളിലൊക്കെ ഇലകളെല്ലാം കൊഴിഞ്ഞു തീർന്നു. അങ്ങനെ വൈകുന്നേരം ഏകദേശം 4:30 കൂടിയിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തിച്ചേർന്നു. റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിൽ തന്നെ ഒരു മെനു കാർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞങ്ങളിവിടെ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ പല ജർമ്മൻസും ഇത് നോക്കി വായിച്ചൊക്കെ പോകുന്നത് കണ്ടു. ഫ്രാങ്ക്ഫർട്ട് സിറ്റിയുടേതായ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്ന സമയത്തൊന്നും തീരെ തിരക്ക് ഉണ്ടായിരുന്നില്ല. ജർമ്മനിയിലെയും യൂറോപ്പിലെയും ഒക്കെ എല്ലാ റെസ്റ്റോറൻറ്റുകളിലെയും പോലെ തന്നെ നമ്മൾ കയറി ചെല്ലുന്നത് ഈ റെസ്റ്റോറൻറ്റിലെ ബാർ കൗണ്ടറിലേക്കാണ്. നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന ചുമർ ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ തോന്നി.
ഈ കാണുന്നതാണ് ഇവിടുത്തെ മെനു കാർഡ്. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയാൽ കിട്ടുന്ന അതേ വിഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെയും ലഭ്യമാണ്. സ്റ്റാർട്ടേഴ്സായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ 65ഉം ഷ്രിമ്പ് വറവലുമാണ്. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ രണ്ടും. സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മെയിൻ കോഴ്സ് കൊണ്ടുവന്നു. മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് പാലപ്പവും ഇഷ്ടവും, അതുപോലെ തന്നെ ബീഫ് തേങ്ങാക്കൊത്തിട്ട് വരട്ടിയതും, അതിനോടൊപ്പം ഒരു ചിക്കൻ ദം ബിരിയാണിയും കൂടിയാണ്. പാലപ്പവും ഇഷ്ടവും ഒരു ആവറേജായി തോന്നിയുള്ളൂ എങ്കിലും നല്ല ജീരകശാല അരി കൊണ്ട് വെച്ച ദം ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബീഫ് വരട്ടിയതും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ബീഫിൻ്റെ അതേ ടേസ്റ്റും ഉണ്ടായിരുന്നു. ഒരു ബിരിയാണി കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ 2 പേരുടെയും വയറ് നിറഞ്ഞു. അതുകൊണ്ട് ബാക്കി വന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ പാഴ്സലാക്കി വീട്ടിലേക്ക് കൊണ്ടുപോരുകയാണ് ചെയ്തത്. എന്തായാലും ജർമ്മനിയിലും ഫ്രാങ്ക്ഫർട്ടിൻ്റെ പരിസരത്തൊക്കെ ജീവിക്കുന്നവർക്ക് നമ്മുടെ നാട്ടിലെ നാടൻ ഭക്ഷണങ്ങളൊക്കെ കഴിക്കണമെന്നൊരു കൊതി തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒന്ന് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസ്റ്റോറൻറ്റാണ് കുംബ റെസ്റ്റോറൻറ്റ്.